നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സ്കോഡ കോഡിയാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ 6 ആയപ്പോൾ ഈ റോഡിൽ വന്നതാണ്. നല്ല കനത്ത വേനൽക്കാലമാണെങ്കിലും രാവിലെ തൊട്ട് ഇടിവെട്ടി മഴയായതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ പോയി മസാല ദോശ കഴിച്ചു, തിരിച്ചു വന്നു, എന്നിട്ട് വെയിറ്റ് ചെയ്തു, എന്നിട്ടും രക്ഷയില്ല. ഒടുവിൽ ചെറിയ ചാറ്റൽ മഴയിൽ തന്നെ വീഡിയോ തുടങ്ങാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ മീഡിയ ഡ്രൈവ് 2-3 ആഴ്ച മുമ്പാണ് നടന്നത്. അത് മുംബൈയിൽ വെച്ചായിരുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള മീഡിയ ഡ്രൈവാണ് ഇവർ പ്ലാൻ ചെയ്തത്. കാരണം മുംബൈയിലെ സിറ്റിയിൽ വൈകിട്ട് രാത്രി 10 മണിക്ക് വാഹനം തരുന്നു, രാവിലെ 5 മണിക്ക് തിരിച്ചു കൊടുക്കുക. ഈ സമയത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. എന്തായാലും ഭാഗ്യത്തിന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോകാനും പറ്റിയില്ല. അല്ലെങ്കിൽ മുംബൈയിൽ രാത്രിയിൽ ഒരു വണ്ടി കിട്ടിയാൽ എവിടെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുന്ന ആലോചിക്കാൻ ആകെ ടെൻഷനായിരുന്നു. എന്തായാലും ഞാൻ വിദേശത്തായിരുന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ സ്വന്തം റോഡിൽ ഏറ്റവും പുതിയ സ്കോഡ കോഡിയാക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കോഡിയാക്കിൻ്റെ ഡ്രൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോവിഡ് കാലത്തെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന രൂപങ്ങളിൽ ഒന്ന് സ്കോഡ കോഡിയാക്കിൻ്റെതാണ്. കാരണം 3 മാസത്തോളം മൊറോക്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് അകപ്പെട്ടു പോയപ്പോൾ നമുക്ക് തുണയായത് ഈ ഒരു വാഹനമാണ്. അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ട മനുഷ്യസ്നേഹിയായ സുനീർ കാൻഡി എന്ന യുവാവ് നമുക്ക് ചെന്നപ്പോൾ തന്നെ ഈ ഒരു വാഹനം എടുത്ത് കൈ തന്നു. ഇത് ഓടിച്ചു ഇനി 3 മാസം എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് സുനീർ എന്നെ കാണുമ്പോൾ പിന്നെ ഒരിക്കലും ഈ വാഹനം തൊടില്ല, എൻ്റെ കയ്യിലേക്ക് ഈ തരും, നിങ്ങൾ ഓടിച്ചു എന്നും പറഞ്ഞ് നമ്മൾ ഓടിച്ചു നടക്കുകയായിരുന്നു പതിവ്. ആ സമയത്ത് അധിക ദൂരമൊന്നും ഓടിക്കാൻ പറ്റില്ല മൊറോക്കോയിൽ, കാരണം അവിടെയൊക്കെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും സുനീർ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു പൗര പ്രമുഖനായതുകൊണ്ട് തന്നെ എപ്പോഴും പോലീസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ച് അങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 3/4 മണിക്കൂറോളം നമ്മൾ 140 കിലോമീറ്റർ വേഗതയിൽ ഇത് ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഓടിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അതായത് അവിടെ ഒരു റോഡിലും ഒരു വാഹനം പോലുമില്ല. ഹൈവേ ആണെങ്കിൽ നല്ല തകർപ്പൻ ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് ക്രൂയിസ് കൺട്രോൾ ഇടുക, മിണ്ടാതെ ഇരുന്നോളുക. ഇവിടെ നമ്മുടെ PWD എഞ്ചിനീയർമാർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. അതായത് പാലം പണിയുമ്പോൾ ചാട്ടം ഇല്ലാതെ പണിയുക എന്നുള്ളൊരു കാര്യം. അത് ഇവിടുത്തെ എഞ്ചിനീയർമാർക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഏത് പാലത്തിൽ കയറാനും പടന്ന് അടിച്ചടിച്ചാണല്ലോ പോകുന്നത്. പക്ഷേ അവിടുത്തെ പാലങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പോലും ക്രൂയിസ് കൺട്രോൾ ഓഫ് ചെയ്യേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അങ്ങനെ സ്മൂത്തായിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം 140 കിലോമീറ്റർ വേഗതയിൽ ഈ വാഹനം ഓടിച്ചിട്ടുണ്ട്. അതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നൊരു സന്ദർഭം കൂടിയായിരുന്നു. എന്തായാലും ഇഷ്ടം പോലെ സ്പേസുള്ള ധാരാളം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ് അല്ലെങ്കിൽ തന്നെ കോഡിയാക്ക്. ഇപ്പോൾ വന്നിരിക്കുന്ന കുറേ കൂടി മെച്ചപ്പെടുത്തിയ കോഡിയാക്കാണെന്നാണ് പറയേണ്ടത്. കാഴ്ചയിലായാലും അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഒരു ജനറേഷൻ മുന്നിലാണ് കൃത്യമായും ഈ ഒരു വാഹനം. ഒരു ജനറേഷൻ മുന്നിൽ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് 2nd ജനറേഷൻ കോഡിയാക്കാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്നത് 1st ജനറേഷൻ കോഡിയാക്കായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 2nd ജനറേഷനാണ്. അപ്പോൾ ഈ വാഹനത്തെ നമുക്കിനി ഒന്ന് അടുത്ത് കാണാം. (2016) ആദ്യമായിട്ട് കോഡിയാക്ക് എന്ന ഈ യുവാവ് ജന്മം കൊണ്ടത്. അത് ചെക്ക് റിപ്പബ്ലിക്കിലായിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിലാണല്ലോ സ്കോഡ എന്ന കമ്പനിയുടെ ആസ്ഥാനം. ഇപ്പോൾ അത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ കീഴിലാണെങ്കിലും ഇപ്പോഴും കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്ലാന്റൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രാഗിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ 10 ലക്ഷം യൂണിറ്റുകളാണ് കോഡിയാക്കിൻ്റെതായിട്ട് വിറ്റഴിഞ്ഞത്. 10 ലക്ഷം യൂണിറ്റുകൾ. അതിൽ 10,000 എണ്ണമാണ് ഇന്ത്യയിൽ വിറ്റത്. മോശമല്ലാത്ത വിൽപ്പന ഇന്ത്യയിലും നേടി എന്നാണ് പറയേണ്ടത്. ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ഡീസൽ എഞ്ചിനുകളെ കൈവിട്ടതിന് ശേഷം ഇപ്പോൾ ഈ വാഹനത്തിലും പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ സൂപ്പർബിൽ ഡീസൽ എഞ്ചിൻ തിരിച്ചു വരികയാണെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിലും വരും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു RS മോഡൽ, കുറച്ചുകൂടെ പവർഫുൾ മോഡൽ കൂടി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാലത്ത് വരാൻ പോകുന്നുണ്ട്. എന്നാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും പിന്നെ മുൻഭാഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ മാറ്റമാണ്. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയെങ്കിൽ പോലും വീൽ ബേസ് ഒന്നും മാറ്റമില്ല. 2791 മില്ലിമീറ്ററാണ്. പക്ഷേ പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു 59 മില്ലിമീറ്റർ നീളം കൂടി എന്നുള്ളതാണ്. അത് പിൻഭാഗത്തെ ആ ഒരു ഓവർഹാങ്ങിലാണ് ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3rd റോ സീറ്റ് അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ഇത് രണ്ടിലും കാര്യമായ മാറ്റം അല്ലെങ്കിൽ കാര്യമായ വർധനവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ വാഹനം ഓൺ ചെയ്തിട്ടതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു LED സ്ട്രിപ്പ് വന്നു. അത് കാണണമെങ്കിൽ വാഹനം ഓൺ ചെയ്തിടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനതങ്ങനെ ഓൺ ചെയ്തിട്ടത്. ദൂരെ നിന്നാണ് കൃത്യമായിട്ട് വ്യക്തമാകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് ഗ്രില്ലിൻ്റെ ഇടയിലൂടെയാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ LED സ്ട്രിപ്പൊക്കെ വരുന്നത് ഗ്രില്ലിൻ്റെ മുകളിൽ ഒരൊറ്റ നീളത്തിലാണെങ്കിൽ ഇതങ്ങനെയല്ല. ഗ്രില്ലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് കട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. കാണാൻ ഭംഗിയുള്ളൊരു കാര്യമാണിത്.
അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു മോഡലിൻ്റെ കാര്യത്തിൽ 2 വേരിയൻസ് ആണുള്ളത്. ഒന്ന് സ്പോട്ട് ലൈനും മറ്റൊന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന L&Kയും. ഈ 2 വേരിയൻസ് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് തന്നെയാണ്. ഈ സ്പോട്ട് ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഈ ഒരു LED സ്ട്രിപ്പ് ഇല്ല, ഇവിടെ മുഴുവൻ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ L&K എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാപകരുടെ പേരാണ് ലോവർ ആൻഡ് ക്ലെമൻറ്റ്. 2 പേരുടെ പേരിലാണ് L&K ട്രിം എന്ന് പറയുന്ന ടോപ്പ് എൻഡ് ട്രിം അറിയപ്പെടുന്നത്. ആ ട്രിമ്മിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ LED സ്ട്രിപ്പൊക്കെയാണ്. എന്തായാലും സ്കോഡയുടെ ആ തനത് ഗ്രില്ലിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഇടയ്ക്ക് നമുക്കിവിടെ കാണാവുന്നതാണ്. താഴെയായിട്ട് വലിയൊരു എയർ ഡാമുണ്ട്. എയർ ഡാമിൽ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളാണ് പൂർണ്ണമായും കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ ലോവറിൽ ഇപ്പോൾ ഒരു ഭാഗമുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. അഡാസ് ഫീച്ചേഴ്സ് ഇല്ല. അത് എനിക്ക് തോന്നുന്നു വിദേശത്തുള്ള അഡാസുള്ള മോഡലുകളുടെ രീതിയിൽ അത് കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും മുൻഭാഗത്തൊക്കെ കുറച്ചുകൂടി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഷാർപ്പ് ലൈനുകളേക്കാൾ കുറച്ചുകൂടി ഉരുണ്ട കോണുകളും മറ്റുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്കിൽ പോലും ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ ഒരു എയർ കർട്ടൻ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാം. അതുപോലെ തന്നെ LED ലൈറ്റാണ് നമ്മൾ കാണുന്നത്. സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇത് അഡാപ്റ്റീവ് ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഫോഗ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. വാഹനം തിരിയുമ്പോൾ ചെറുതായിട്ടൊക്കെ തിരിയുന്ന ഭംഗിയുള്ള ഡിസൈനുള്ള എലമെൻസ് ഉള്ള ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ DRL കൂടിയാണ്. അതും വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. പഴയ കോഡിയാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു ബോൾഡായിട്ടുള്ള ലൈനുകളൊക്കെയാണ് ഇപ്പോൾ ഈ ബോണറ്റിലൊക്കെ വന്നിരിക്കുന്നത്. ലോഗോയും നമുക്ക് ഇവിടെ കാണാം. എന്തായാലും മുൻഭാഗം വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ ഷാർപ്പായിട്ടുണ്ട്. ഈ LED സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വാഹനം ഓടി വരുമ്പോൾ കുറച്ചുകൂടി ഒരു ക്യാരക്ടർ നൽകുന്നുണ്ട്. ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എയറോ വീലെന്ന് പറയാവുന്ന ഈ രീതിയിലുള്ള അലോയ് വീല് L&Kയ്ക്ക് മാത്രമാണുള്ളത്. സ്പോട്ട് ലൈനിൽ ഈ രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള നോർമൽ രീതിയിലുള്ള അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ ഇതിലങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. എനിക്കത് വലിയ താല്പര്യമുള്ളൊരു രൂപമല്ല ഇത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സ്പോട്ട് ലൈൻ്റെ ആ ഒരു അലോയ് വീലായിരിക്കും കാണാൻ ഭംഗിയുള്ളതെന്നുള്ളതാണ്. പക്ഷേ ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. അതായത് കുറേ കൂടി എയറോഡൈനാമിക്കാണ്. അതുപോലെ ആ എയർ കർട്ടൻ വഴി വരുന്ന ആ ഒരു എയറിനെ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തൊക്കെ വിടുന്ന രീതിയിലുള്ള ടയേഴ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടും. കുറേ കൂടി 0 to 100 കുറച്ചുകൂടി ഫാസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. വളരെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു വീലാർച്ച്, അതിൽ ക്ലാഡിംഗ് ഉണ്ട്. ഇവിടെ ലോവർ ആൻഡ് ക്ലെമൻ്റ് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്ങാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. സൈഡ് വ്യൂ മിറേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാം ബോഡി കളേർഡായിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ മേൽഭാഗത്ത് കാണുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു റൂഫ് റെയിൽ മാത്രമാണ് അതിനൊരു അപവാദമായിട്ട് പറയാവുന്ന കാര്യം. ഈവൻ ഡോർ ഹാൻഡിൽ ഉൾപ്പെടെയുള്ള എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിയൊരു വാഹനമാണ് ഇതെന്നുള്ള കാര്യം. ഇതിൻ്റെ നീളത്തിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. വളരെ നീളമുള്ള വാഹനം, 7 സീറ്റർ വാഹനമാണിത്. അതുപോലെ താഴെയായിട്ടുള്ള ക്ലാഡിങ്ങും നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പിന്നിലേക്ക് വരുമ്പോൾ കോർണർ ഗ്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് ഹ്യുണ്ടായിയുടെയൊക്കെ വാഹനത്തിൽ കാണുന്ന പോലെയുള്ള ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതിയാണത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് നമ്മൾ കാണുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം പിൻഭാഗമാണ്. എനിക്ക് മുമ്പും കോഡിയാക്കിൻ്റെ പിൻഭാഗം വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ നീളം കൂടിയ ഒരു LED ടെയിൽ ലാമ്പാണ് കാണുന്നത്. അതിൻ്റെ എലമെൻസൊക്കെ രസകരമാണ് കൊടുത്തിരിക്കുന്ന. എല്ലാ എലമെൻസൊക്കെ രസകരമാണ്. സീക്വൻഷ്യൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. ഈ സ്ട്രിപ്പിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ സ്ട്രിപ്പ്. അതായത് ഈ പകുതി വെച്ച് കട്ടായിട്ട് നടുക്കുള്ള ഭാഗത്ത് ലൈറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്കോഡയുടെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, അത് കാര്യമായ രീതിയിൽ നീളമുള്ള സ്പോയിലർ. അതിൽ സ്റ്റോപ്പ് ലാമ്പും പിന്നെ മേൽഭാഗത്തായിട്ട് ഒരു ഷാർഫിൻ ആൻറ്റിനെയും കാണാം. ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും കാണാം. ഡീഫോഗർ, അതുപോലെ തന്നെ പിന്നിലും വൈപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് ഇലക്ട്രിക്കലി തുറന്ന് നോക്കാം. 281 ലിറ്റേഴ്സാണ് നമുക്കിപ്പോൾ ബൂട്ട് സ്പേസ് ആയിട്ട് പറയാവുന്നത്. ഇതെടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. 281 എന്ന് പറയുന്നത് ഈ കാണുന്ന ബൂട്ട് സ്പേസ് ആണ്. അതായത് ഇവിടെ 2 സീറ്റുകൾ മറിഞ്ഞ് കിടക്കുന്ന നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഉയർത്താൻ ആദ്യം ഈ 2 സീറ്റുകളും തുറന്ന് വെക്കുമ്പോഴാണ് ഇവിടെ 281 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനറേഷൻ കോഡിയാക്കിനേക്കാളും 11 ലിറ്റർ ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട്. അതാണ് പിൻഭാഗത്തേക്കുള്ള 59 മില്ലിമീറ്റർ നീളം കൂടിയപ്പോൾ സംഭവിച്ച ഗുണപരമായൊരു കാര്യം. എന്നാൽ വീണ്ടും ഈ സീറ്റുകളും കൊണ്ട് ഇവിടെ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് മറച്ചെന്നിരിക്കട്ടെ. 2 സീറ്റും മറച്ചു കഴിഞ്ഞാൽ 786 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് ഉയരുന്നുണ്ട്. ഇനി മുന്നിലെ അതായത് സെക്കൻഡ് റോയിലെ സീറ്റുകളോട് മടക്കുകയാണെങ്കിൽ 1971 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് കൂടുകയും ചെയ്യും. അങ്ങനെ നോക്കിയാൽ മുൻഭാഗത്തോടെ മടക്കി കഴിഞ്ഞാൽ 3000 ലിറ്റർ ആയിരിക്കും. അത് കാര്യമില്ലല്ലോ അല്ലേ. എല്ലാ സീറ്റും മടക്കിയിട്ട് ഓടിക്കാനല്ലോ നമ്മൾ വണ്ടി വാങ്ങിക്കുന്നത്. എങ്കിൽ പോലും ഈ 2 സീറ്റുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന സീറ്റുകളായിരിക്കില്ല. അപ്പോൾ 786 ലിറ്ററായിട്ട് നിങ്ങൾ ബൂട്ട് സ്പേസ് കൂടുന്നുണ്ട്. ഇനി താഴെയായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്പേസ് സേവർ ടയർ കൊടുത്തിട്ടുണ്ട്.
അതായത് അത്യാവശ്യം ദൂരം പഞ്ചറായാലും ഓടിച്ച് പോകാവുന്ന ടയർ കൊടുത്തിരിക്കുന്നു. വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ്, അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ സുഖമാണ്. എന്തായാലും ഇവിടെ ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ തൂക്കിയിടാവുന്ന ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒരു നീണ്ട പാഴ്സൽ ട്രേയും ഉണ്ട്. ഈ വാഹനത്തിൽ അത് ഊരി വെച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോശമല്ലാത്ത ബൂട്ട് സ്പേസ്, 11 ലിറ്റർ കൂടിയ ബൂട്ട് സ്പേസ് എന്നാണ് നമുക്ക് പറയേണ്ടത് ഏറ്റവും പുതിയ കോഡിയാക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ബോഡി ലൈനുകളോട് കൂടിയ വളരെ സ്പോർട്ടിയായ എക്സ്റ്റീരിയറുള്ള കോഡിയാക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് സ്പേസ് വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ 155 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഫുൾ ആൾ കയറി കഴിയുമ്പോഴാണ് അത് മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കൂടാതെ നല്ല ഭംഗിയുള്ള രൂപവും. ഇത്രയും കാര്യങ്ങൾ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നു. എങ്കിലും ഇൻറ്റീരിയറാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. അങ്ങേയറ്റം പ്രീമിയം, കാഴ്ചയിൽ ഏതൊരു വളരെ വില കൂടിയ പ്രീമിയം വാഹനങ്ങളെ തോൽപ്പിക്കുന്ന ഇൻറ്റീരിയറുമായിട്ടാണ് പുതിയ കോഡിയാക്ക് വന്നിരിക്കുന്നത്. ഇനി അത് കാണാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്ന വളരെ പ്രൗഢഗംഭീരമായ ഇൻറ്റീരിയറാണ് എൽ&കെ ട്രിമ്മിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ നിറമുള്ള സീറ്റുകൾ, ഈ നിറമുള്ള ഡാഷ്ബോർഡിൻ്റെ ഭാഗം, അതൊക്കെയാണ് അതിമനോഹരവും എലഗൻറ്റുമാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു ഗ്ലൗ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി. കൂടാതെ സാമാന്യം വിശാലമായ ഗ്ലൗ ബോക്സ് താഴെയും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് എല്ലായിടത്തും ഉണ്ട്. അത് ഈ നമ്മുടെ ഹാൻഡ് റെസ്റ്റിന് താഴെയായാലും ഡോർ പാഡായാലും അവിടെ ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വീൽ ബേസ് കൂട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരല്പം കൂടിയതിൻ്റെ ഗുണമാണ് ആ കാണുന്നതെല്ലാം തന്നെ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു റോട്ടറി സ്വിച്ചുകളാണ്. വളരെ ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ, ഓരോ ഇഞ്ചിലും ക്വാളിറ്റി എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ ഓരോ കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ഒട്ടും സ്പേസുകൾ അത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതിപ്പോൾ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഡോർ ലോക്കിൻ്റെ സ്വിച്ച്, അതെല്ലാം ഒട്ടും സ്ഥലം കളയാതെ ആ മൂലയിലായിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ മണിയടിക്കേണ്ടത് വെഹിക്കിൾ റെഡി ടു ഡ്രൈവ്, സ്വിച്ച് ഓഫ് ദ ഇഗ്നിഷൻ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നതാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും കൺസോളിൽ ഇഷ്ടം പോലെയാണ് സ്പേസ് എന്ന് പറയുന്നത്. കൺസോൾ ഇതാ ഇവിടെ നമ്മൾ ഇത് പൂർണ്ണമായിട്ട് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മൊബൈൽ വയ്ക്കാം. ഇവിടെ 2 മൊബൈലുകൾ ചാർജ് ചെയ്യാം. ഇതെല്ലാം ഫോക്സ്വാഗണിൻ്റെ ഏറ്റവും പുതിയ ടിഗുവാൻ ആർലൈൻ നമ്മൾ കണ്ട ഏതാണ്ട് അതേ രീതികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കീ. ഈവൻ കീ പോലും, സ്വിച്ച് കീ പോലും നമുക്ക് ഈ കീ ഫാബ് പോലും നമ്മളെ ഓർപ്പിക്കുന്നത് ആ ഒരു ഫോക്സ്വാഗണിൻ്റെ ടിഗുവാൻ ആർലൈൻ്റെ കീ ഫോബിനെയാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, കൂടാതെ ഇവിടെ വീണ്ടും ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഇതും നമുക്കിങ്ങനെ പൂർണ്ണമായിട്ടും വേണമെങ്കിൽ അടച്ചങ്ങോട്ട് വയ്ക്കാം. ഇവിടെ വലിയ അഗാധമായ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 സി ടൈപ്പ് ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് മറ്റൊരു രസകരമായ സംഭവമാണ്. അതായത് ഈ കാണുന്നത് നമുക്ക് ഈ 2 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതിൻ്റെ 2 സോണുകളുടെയും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ കൺട്രോളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതൊരു മൾട്ടി ഫങ്ഷണൽ കൺട്രോളാണ്. അതായത് ഇപ്പോൾ ഇതിൽ AC-യുടെ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചപ്പോൾ ഇത് ഡ്രൈവ് മോഡിൻ്റെ കൺട്രോളായി. ഒന്നുകൂടെ തിരിച്ച ഇങ്ങോട്ട് ഒന്നുകൂടെ ഡ്രൈവ് മോഡുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല മോഡുകൾ.
അതിനുശേഷം ക്ലൈമറ്റ് കൺട്രോളിലേക്ക് എത്തി. ക്ലൈമറ്റ് കൺട്രോൾ ഇപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ പല മോഡുകൾ നമുക്ക് തിരിച്ച് കണ്ടെത്താം. പല ഫംഗ്ഷനുകൾ എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ വേണമെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. ഇതിലിപ്പോൾ എ സിയുടെ കൺട്രോളാണ് നമ്മൾ കാണുന്നത്. എ സിയുടെ കൺട്രോൾ നമ്മൾ ഇതിൽ പ്രസ് ചെയ്തപ്പോൾ എവിടെയും അതിൻ്റെ കൺട്രോൾ ഫാനിൻ്റെ സ്പീഡാണ് ഇപ്പോൾ അതിൽ കാണിക്കുന്നത്. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ അത് വോളിയം കൺട്രോളായി. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഡ്രൈവിംഗ് പ്രൊഫൈലായി, അതായത് മോഡുകളായി. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഓഫ് റോഡ്, സ്പോർട്ട്, നോർമൽ, ഇക്കോ, അങ്ങനെ 4 മോഡ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫംഗ്ഷനുകൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായിട്ടാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഈ വാഹനം സ്പോട്ട് ലൈനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറ സ്പോട്ട് ലൈൻ ഇല്ല. മറ്റൊരു കാര്യമുള്ളത് സീറ്റിൻ്റെ മസാജ് ഫംഗ്ഷൻസ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. 2 ലക്ഷം രൂപ കുറവുമാണ് സ്പോട്ട് ലൈനിന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം ട്രിം തന്നെ വാങ്ങിക്കണം. ഇത് ഫുള്ളി എക്യൂപ്ഡ് ആണ്, ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു 13 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇതിലെ കാര്യങ്ങളെല്ലാം നടത്തുന്ന കക്ഷി. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും കൂടാതെ 725 വാട്ടിൻ്റെ 13 സ്പീക്കേഴ്സുള്ള ക്യാൻഡൻ്റെ ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്തൊക്കെയാണ് നമുക്കിതിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് നാവിഗേഷനാണ്. നാവിഗേഷൻ പോലുള്ള കാര്യങ്ങൾ, കണക്റ്റ് ഫോൺ, അതായത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ റിവേഴ്സ് ഗിയർ നമുക്കൊന്ന് ഇട്ട് നോക്കാം. നല്ല ഗംഭീരമായ റെസൊല്യൂഷനുള്ള റിവേഴ്സ് ക്യാമറയുണ്ട്. അതിൽ തന്നെ 360 ഡിഗ്രി വേണമെങ്കിൽ അതുണ്ട്. പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊക്കെ തുറന്നിരിക്കുകയാണ് ഡോർ, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. എന്തായാലും പല തരത്തിലുള്ള ഓപ്ഷൻസ്, മോഡുകളൊക്കെ നമുക്കിതിൽ പല വൈഡായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഒത്തിരി ഒന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതെല്ലാം കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ വേറൊരു വലിയ സ്ക്രീൻ നമുക്കിവിടെ മീറ്റർ കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്തും കാണാം. എന്തായാലും കളേഴ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. ഈ ഒരു കളർ അത് ഒരു എന്താണ് ഒരു വുഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ രസകരമായിട്ടുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇതെല്ലാം എല്ലാൻകയുടെ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നത് മസാജ് ഫംഗ്ഷനും അതുപോലെ തന്നെ അത് ഡ്രൈവർക്കും ഉണ്ട്, പാസഞ്ചർക്കും ഉണ്ട്. അതും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെയാണ്. ഈ മസാജ് ഫംഗ്ഷൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നല്ല ഗംഭീരമായ മസാജ് വേണമെങ്കിൽ അതൊക്കെ നമുക്കതിനകത്ത് സെലക്ട് ചെയ്യാം. നേരത്തെ പഴയ മോഡൽ അതുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അങ്ങനെയുള്ള നെക്ക്, ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. കൂടാതെ ഇത് OGR അപ്രോഡ് എന്നാണ് ഇവർ പറയുന്നത്. OGR എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘടനയാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സംഘടന ഈ സീറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇരിപ്പ് സമ്മാനിക്കുന്ന സീറ്റെന്നാണ്. കൂടാതെ ഡ്രൈവർക്കും പാസഞ്ചർക്കും വെൻറ്റിലേറ്റഡ് സീറ്റുമാണ്. ഹീറ്റഡുമാണ്, അതുപോലെ തന്നെ കൂൾഡുമാണ്. രണ്ടും ഉപയോഗിക്കാവുന്ന വെൻറ്റിലേറ്റഡ് സീറ്റുകളുമാണ്. അതെല്ലാം പക്കയായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്ക് വലിയ ബോട്ടിൽ വയ്ക്കാം. അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. കൂടാതെ ആ ഡോർ ഹാൻഡിലിൻ്റെ ആ ഒരു രൂപമൊക്കെ ഉണ്ടോ, അങ്ങനെ വിമാനത്തിൻ്റെ ചിറക് പോലെ ഭംഗിയുള്ള രൂപമാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഈ സൈഡിലൊക്കെ ക്യാൻഡൻ്റെ ഒരു ട്യൂട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം 13 സ്പീക്കറുകളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ ഭാഗത്തും ഇതിൻ്റെ സബ് വൂഫറിൻ്റെയൊക്കെ സ്പീക്കറൊക്കെ ആയിരിക്കാം ആ കൊടുത്തിരിക്കുന്നത്. അതുമെല്ലാം നമുക്ക് ആ ഭാഗത്ത് കാണാം. സ്റ്റിയറിംഗ് വീല് 2 സ്പോക്കാണ്, പക്ഷേ സ്പോട്ട് ലൈനിൽ 3 സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ലോവർ ആൻഡ് ക്ലമൻ്റ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെതർ റാപ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ആ ഒരു ഗംഭീരമായ 10 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഓടിച്ചുകൊണ്ട് നിർത്തിയപ്പോൾ 4.8 കിലോമീറ്ററാണ് ഇപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു മൈലേജായിട്ട് കാണിക്കുന്നത്. അതാ നമ്മുടെ യൂസ് അങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള സത്യമെങ്കിൽ പോലും മൈലേജ് വളരെ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് മറ്റൊരു സത്യം. പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളിൻ്റെ ലിവറാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടിഗുവാൻ്റെ ആർലൈനിൽ കണ്ട പോലെ ആ ഒരു ഗിയർ ലിവർ മാറ്റിയിരിക്കുന്നത് കാണാം. അത് ഈ റൈറ്റ് സൈഡിൽ ഫ്ലിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഗിയർ ലിവറാണ്. ബെൻസിലൊക്കെ കൊടുത്തിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഏതാണ്ട് ആ ഒരു രൂപമാണെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫങ്ഷൻ അല്പം വ്യത്യാസമുള്ള രീതിയിലാണ്. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഇവിടെ സാധാരണ കീ ഇടുന്ന ഭാഗത്തായിട്ട് അത് കൊടുത്തിരിക്കുന്നു. അങ്ങനെയെല്ലാം വളരെ പക്കയായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു AC വെൻറ്റുകളുടെ രൂപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല വിസിബിലിറ്റിയും തീർച്ചയായിട്ടും മുൻഭാഗത്തിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ പനോരമയ്ക്കുള്ള സൺറൂഫ്, അത് ഗസ്റ്റർ കൺട്രോൾ. നമ്മൾ ചുമ്മാ വിരലൊന്ന് ഓടിച്ചാൽ സാധനം അടഞ്ഞു വരുന്നുണ്ട്. അത് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റോ സീറ്റിൽ നിന്ന് കടന്നിരിക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത് ഒരല്പം കുഴിയിലേക്ക് വന്നു എന്നുള്ള കാര്യമാണ്. മുൻഭാഗത്തെ സീറ്റ് അത്ര ഹൈറ്റ് പിൻഭാഗത്തേക്കില്ല. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ടിഗുവാൻ ആർലൈനിലും തോന്നുന്നത്. ഏതാണ്ട് ഒരേ രീതിയിലുള്ള വാഹനങ്ങളാണ്. ടിഗുവാനും ഇതും ഏകദേശം ഒരേ വലിപ്പമൊക്കെയുള്ള വാഹനമായതുകൊണ്ട് ഏതാണ്ട് അതിൻ്റെ രീതികൾ നമുക്കിതിൽ പല ഭാഗത്തും തോന്നുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഉയർത്തി വയ്ക്കാവുന്ന, മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. മഹാമായി
പിന്നെ ഇങ്ങേറ്റം വരെ തലയുടെ ഏറ്റവും അറ്റം വരെ വരുന്നുണ്ട് ഇതിൻ്റെ സൺറൂഫ് എന്നുള്ള കാര്യം. സാമാന്യം വലിയ സെൻട്രൽ ടണലുണ്ട്, അതുകൊണ്ട് കാല് നടുക്കിയിരിക്കുന്ന ആൾക്ക് അത്ര സുഖകരമായില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആവാം കമ്പനി ഒരു ഗംഭീരമായ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ പിൻഭാഗത്തേക്കുണ്ട്. അതുപോലെ ACയുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിതിൽ ഈ ഒരു ടച്ച് സ്ക്രീനിൽ ചെയ്യാവുന്നതാണ്. 2 C-ടൈപ്പ് ചാർജേഴ്സ്, അതുപോലെ തന്നെ വലിയൊരു 12 വോൾട്ട് ചാർജർ. ഇതൊക്കെ എന്നെ ഉറപ്പിക്കുന്നത് ടിഗോൻ R-Line തന്നെയാണ് എന്ന് ഞാൻ വീണ്ടും വ്യക്തമാക്കിക്കൊള്ളട്ടെ. നല്ല സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാവുന്ന അത്രയും സ്പേസ് പിൻഭാഗത്തുമുണ്ട്. സുഖമായിട്ടിരിക്കാം. ഇവിടെ പേപ്പർ വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. അതുപോലെ ഡോർ പാഡിലും വളരെ ഡീപ്പായിട്ടുള്ള ഡോർ പാഡ് കൊടുത്തിരിക്കുന്നുണ്ട്. സുഖമായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും. പിൻഭാഗത്തേക്ക് സീറ്റിന് നല്ല തൈ സപ്പോർട്ടുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. നല്ല കുഷനിങ് ആണ്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇത്തിരി ഫേം ആണ് സീറ്റുകൾ, പക്ഷേ അത് നല്ലതാണ് ദീർഘദൂര യാത്രകൾ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സീറ്റിനെ പറ്റി പറയുന്നത്. ഇനി പിൻഭാഗത്തേക്ക് കടന്നിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കമൺ ബോയ്സ്. അപ്പോൾ ഈ സീറ്റ് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് അല്പം മുന്നിലേക്ക് വലിച്ചപ്പോൾ പിന്നിലേക്ക് കയറാനുള്ള സ്ഥലം കിട്ടി. പിന്നിലേക്ക് നമ്മൾ കയറുമ്പോൾ അത്ര സുഖകരമായ കയറ്റമൊന്നുമല്ല. എന്തായാലും ഇത്തരം വാഹനങ്ങളുടെ എല്ലാ ഒരു പ്രശ്നം അതാണ്. അതുപോലെ തന്നെ പതിവ് പോലെ തൈ സപ്പോർട്ട് തീരെ കുറവാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഈ സീറ്റ് നമ്മൾ അല്പം ഒന്ന് നേരെ വെച്ച് പിന്നിലേക്കും വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും സ്പേസ് നമുക്ക് മുൻഭാഗത്ത് കാണാം. പക്ഷേ ആ സ്പേസ് പോരാ അവിടെ ഇരിക്കുന്നവർക്കെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്പേസ് അങ്ങനെ വലിയ കാര്യമായി കണക്കാക്കേണ്ടതില്ല. പിൻഭാഗത്തേക്ക് നീക്കിയിട്ട് സ്പേസ് കുറവാണ്. പിൻഭാഗത്ത് 3-ാം നിരക്കാർക്കായിട്ട് ഇവിടെ കാര്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും AC പിൻഭാഗത്തുള്ളത് കൊണ്ട് ഇങ്ങോട്ട് കാറ്റ് വരുന്നുണ്ട്. ഇവിടെ ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ചെറിയ സ്പേസ്, ഇതൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും കുട്ടികൾക്ക് തന്നെയാണ് ഈ ഒരു സ്പേസിൽ ഇരിക്കാൻ പറ്റുക സുഖമായിട്ട്. മുതിർന്നവർക്ക് വളരെ കുറച്ച് ദൂരം ടൗണിലൊക്കെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ പടിയൊക്കെ തന്നെ തുടരുന്നു. ഒരല്പ സ്പേസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് സൈക്കോളജിക്കലി തോന്നുന്നതാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം 59 മില്ലിമീറ്റർ നീളം കൂടിയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലിങ്ങനെ വരുമല്ലോ. പിന്നെ സ്പേസ് കൂടിയിട്ടുണ്ട്. ഇത് തോന്നിയോണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വലിയ വ്യത്യാസമൊന്നും ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിൽ പലരും അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നവരായിരിക്കും. എന്താണ് നിങ്ങൾക്ക് അഡാസ് ഫീച്ചേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് നന്നായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയിരിക്കുന്ന അഡാസ് ഫീച്ചേഴ്സിലെ എമർജൻസി ബ്രേക്കിംഗ് ആണ്. നമ്മൾ എപ്പോൾ ബ്രേക്ക് ചെയ്യണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിന് പകരം വാഹനം തീരുമാനിക്കുകയും നിന്ന് നിപ്പിൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നത് പലപ്പോഴും വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് പലരോടും സംസാരിക്കുമ്പോൾ പലരും ഇതേ അഭിപ്രായം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും അഡാസ് ലെവൽ 2-ലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് അങ്ങേയറ്റം അപകടകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഡാസ് എന്ന് പറഞ്ഞ ഡ്രൈവർ അസിസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ, അതായത് മര്യാദയ്ക്ക് റോഡ് ഉണ്ടാവുകയും മര്യാദയ്ക്ക് വാഹനങ്ങൾ ഓടിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗപ്രദമാണ് എന്നുള്ള കാര്യം തന്നെയല്ല, വളരെ അപകടകരമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം എന്താണ് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പുതിയ ഈ ഒരു വാഹനത്തിൽ സ്കോഡ കോഡിയാക്കിൽ ADAS ഫീച്ചേഴ്സ് കൊടുത്തിട്ടേ ഇല്ല എന്ന് പറയുന്നതിന് കമ്പനി പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ്. അതായത് ഇതൊരു ജർമ്മൻ വാഹനമാണ്. ജർമ്മൻ എന്ന് വെച്ചാൽ ഇത് നിർമ്മിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും ചെക്ക് റിപ്പബ്ലിക്കിലാണെങ്കിൽ പോലും ഇത് ജർമ്മൻ കമ്പനിയായ ഫോക്സ്വാഗൺ സബ്സിഡറിയാണ് സ്കോഡ. അപ്പോൾ ഈ വാഹനത്തിലൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും എന്ന് പറയുന്നത് യൂറോപ്പിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഫീച്ചേഴ്സാണ്, അല്ലെങ്കിൽ യൂറോപ്പിൽ ഉപയോഗിക്കാനുള്ള ഫീച്ചേഴ്സാണ്. അപ്പം ഈ കോഡാക്ക് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് വിറ്റ് വരുന്നുണ്ട്, യൂറോപ്പിലും വിൽക്കുന്നുണ്ട്. ഈ വാഹനത്തിലെ ഫീച്ചേഴ്സ് ഇന്ത്യക്ക് ചേരുന്നതല്ല എന്നാണ് കമ്പനി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ADAS ലെവൽ 2 ഫീച്ചേഴ്സുമായിട്ടാണ് ഈ വാഹനം മറ്റു രാജ്യങ്ങൾ വരുന്നതെങ്കിൽ ഇന്ത്യയിൽ അതേ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത് അപകടകരമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത്ര യൂസ്ഫുൾ ആകില്ല എന്ന് കമ്പനി കണ്ടെത്തിയത് കൊണ്ട് ഈ ഭാരത് എൻക്യാപ് കാർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഭാരതത്തിന് വേണ്ടി മാത്രമുള്ള ADAS ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കോഡ അല്ലെങ്കിൽ ഫോക്സ്വാഗൺ എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോഡിയാക്ക് പോലുള്ള വാഹനങ്ങളിലൊക്കെ ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. അത് സത്യത്തിൽ എനിക്ക് വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. അല്ലാതെ ഇപ്പം വളരെ നിരതെറ്റിക്കാതെ കൃത്യമായി ഓടിച്ചു പോകുന്ന റോഡുകളും വളരെ മാന്യമായി ഓടിക്കുന്ന ഡ്രൈവേഴ്സുമുള്ള രാജ്യത്തുള്ള ഫീച്ചേഴ്സ് ഇന്ത്യ പോലെ യാതൊരു വെളിവുമില്ലാത്ത ഡ്രൈവേഴ്സും യാതൊരു തരത്തിലുള്ള നിർമ്മാണ നിലവാരവുമില്ലാത്ത റോഡുകളുമുള്ള നാട്ടിൽ പറ്റുന്നതല്ല. ഇപ്പോൾ നിർമ്മാണ നിലവാരമുള്ള റോഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അപ്പോഴും നമുക്ക് ലൈൻ ട്രാഫിക് അറിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഫീച്ചേഴ്സ് ഒന്നും യൂസ്ഫുൾ ആകുമെന്ന് കരുതാനും വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് ADAS ലെവൽ 2 ഫീച്ചേഴ്സൊക്കെ ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ എത്രത്തോളം യൂസ്ഫുള്ളായിട്ട് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറേഷൻ, ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ കോഡിയാക്കാണ് വന്നിരിക്കുന്നത്. ഈ ജനറേഷനിൽ ഇന്ത്യയിൽ ഉടനെ ADAS ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വാഹനം വാങ്ങിക്കുന്നു, കുറച്ച് കാലം കഴിഞ്ഞ് ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് കോഡിയാക്കിൽ വരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ച കോഡിയാക്കിലേക്ക് ഇത് ആഡ് ചെയ്ത് വരുമൊന്നുമില്ല, OT അപ്ഡേറ്റ്സ് വഴിയൊന്നും. അങ്ങനെയല്ല, അത് വേറൊരു മോഡലായിട്ടോ അല്ലെങ്കിൽ വേറൊരു വേരിയൻ്റായിട്ടോ ഒക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ണും കാതും തുറന്നിരുന്ന് വാഹനം ഓടിക്കുക എന്നല്ലാതെ ഈ ലെവൽ 2 ആയാലും ലെവൽ 3 ആയാലും ലെവൽ 5 ആയാലും ഒന്നും ഒരു കാര്യമില്ല. പൂർണ്ണമായും ഡ്രൈവറെ ഒഴിവാക്കിയുള്ള ഡ്രൈവർലെസ് കാറുകളും ഇന്ത്യയിൽ എത്രത്തോളം വിജയകരമാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമുക്കിനി ആ ചർച്ച അവസാനിപ്പിച്ച് വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഗംഭീരമായ ഡ്രൈവബിലിറ്റിയാണ് ഈ വാഹനം തരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെണ്ണ പോലെയാണ് കയറിപ്പോൾ, നല്ല രസമുണ്ട്. ഈ പെട്രോൾ എഞ്ചിൻ എന്തൊക്കെ പറഞ്ഞാലും രസമാണ് ഓടിക്കാൻ, മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന 5.5 km/ലിറ്റർ ആണ്, 5.5 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുള്ളൂ. പക്ഷേ അത് കണക്കാക്കണ്ട, കാരണം വെച്ചാൽ നമ്മൾ രാവിലെ ഷൂട്ടിനായിട്ട് വാഹനം എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു, തിരിക്കുന്നു, വളയ്ക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രൈവ് അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കിട്ടും. എങ്കിൽ പോലും എനിക്ക് ഒരു 10 കിലോമീറ്റർ 11 കിലോമീറ്റർ വരെയൊക്കെ ആയിരിക്കാം മാക്സിമം കിട്ടാൻ പോകുന്നത്. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇപ്പം തന്നെ ഹൈബ്രിഡ് സെറ്റപ്പ് അങ്ങനെ ഒന്നും കൊടുത്തിട്ടുമില്ല, പ്യുവർ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എങ്കിലും ചെറിയ ആശ്വാസത്തിന് വകയുള്ള ഒരു ഡീസൽ എഞ്ചിൻ മോഡൽ കൂടി കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. എന്തായാലും ആദ്യം വരാൻ പോകുന്നത് സൂപ്പർബിലായിരിക്കും. അതിനുശേഷം എനിക്ക് തോന്നുന്നു സൂപ്പർബിലെ അതേ ഡീസൽ എഞ്ചിൻ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ അത് എന്നത്തേക്ക് വരുമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, വരും എന്ന് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി എഞ്ചിനിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ കോഡിയാക്കിൽ വന്നിരിക്കുന്നത് 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിലും മോഡലിലും അതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ പവർ കൂടിയെന്നുള്ളതാണ്. നേരത്തെ 190 BSP ആയിരുന്നു പവറെങ്കിൽ ഇപ്പോൾ 204 BSP ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ മാറ്റം വരാത്ത കാര്യമുണ്ട്, അതായത് ടോർക്കിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 320 Nm മാക്സിമം ടോർക്ക്. സ്കോഡയുടെ ടൈം ടെസ്റ്റഡ് എന്ന് വിളിക്കാവുന്ന EA888 എന്ന് പറയുന്ന ആ ഒരു ജെനസിൽപ്പെടുന്ന എഞ്ചിൻ്റെ ഏറ്റവും പുതിയ ഒരു വേരിയൻ്റ് ആയിട്ടാണ് ഈ എഞ്ചിനെ കാണേണ്ടത്. ഗംഭീരമായ എഞ്ചിനാണ്. നേരത്തെ ഉണ്ടായിരുന്ന കോഡിയാക്കിലും EA888 തന്നെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ എത്ര സെക്കൻഡ് വേണമെന്നുള്ള കമ്പനി പുറത്ത് വിട്ടിട്ടില്ല, എങ്കിൽ പോലും 8 സെക്കൻഡിൽ താഴെ മതി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു കാര്യമുള്ളത്, എല്ലാ വേരിയൻസിലും ഹാൽഡെക്സിൻ്റെ ഓൾ വീൽ ഡ്രൈവ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇത്ര ഒരു റോഡ് ഗ്രിപ്പ് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതും നേരത്തെ കോഡിയാക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനുമൊക്കെ കാര്യമായ രീതിയിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ 7 സ്പീഡ് ഡുവൽ ക്ലച്ച് DSG ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും അപ്ഡേറ്റഡ് ആണ്. പഴയ ജനറേഷൻ കോഡിയാക്കിലോ അല്ലെങ്കിൽ പോളോയിലോ ഒന്നും കണ്ടതല്ല. ഇതും കാര്യമായ രീതിയിൽ അപ്ഡേഷന് വിധേയമായിട്ടുണ്ട്. കമ്പനി പറയുന്ന മൈലേജ് 14.86 km/ലിറ്റർ ആണ്. അതും വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞ ജനറേഷൻ കോഡിയാക്കിൽ ഉണ്ടായിരുന്ന 12.78 km/ലിറ്റർ ആയിരുന്നെങ്കിൽ
ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോളം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് മൈലേജിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലാണ് ADAS ലെവൽ 2 ഫീച്ചേഴ്സ് ഇന്ത്യക്ക് പറ്റില്ല എന്ന് കമ്പനി കണ്ടെത്തിയെങ്കിൽ പോലും മറ്റു കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലാണ്. ഫുൾ ആളിരുന്നാൽ, അതായത് 7 പേരും ഇരുന്നാൽ പോലും 155 മില്ലിമീറ്റർ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി പറയുന്നുണ്ട്. അതായത് ലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് 155 മില്ലിമീറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ടെറൈനിലും നമുക്ക് സുഖമായി ഓടിച്ചു പോകാം. എന്തായാലും സസ്പെൻഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ജനറേഷൻ വാഹനത്തിലുണ്ടായിരുന്ന ഡാമ്പർ കൺട്രോൾ എന്ന് പറയുന്ന സംഭവം ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഡാമ്പർ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. എങ്കിലും അതും വലിയ ഒരു അലോസരപ്പെടുന്ന രീതിയിലില്ല. എങ്കിൽ പോലും അത് കഴിഞ്ഞ ജനറേഷനിൽ തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ കോഡിയാക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടി എയറോഡൈനാമിക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് കോഎഫിഷ്യൻ ഡ്രാഗ് എന്ന് പറയുന്നത് 0.33 നിന്നും 0.28 ആയി എന്ന് പറയുന്നത് വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മൈലേജിൻ്റെ ഫിഗേഴ്സൊക്കെ കൂടിയിരിക്കുന്നതും പെർഫോമൻസ് കുറെ കൂടി മെച്ചപ്പെട്ടിരിക്കുന്നതും. ഇനി സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാരത് എൻക്യാപ്പിലൊന്നും ഈ വാഹനം ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പോലും ഗ്ലോബൽ എൻക്യാപ്പിലും കൊടുത്തിട്ടില്ല. പക്ഷേ യൂറോ എൻക്യാപ്പിൽ 5 സ്റ്റാർ നേടിയ വാഹനമാണിത്. യൂറോപ്പിൽ 5 സ്റ്റാർ നേടിയെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബലി 5 സ്റ്റാർ നേടും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ADAS ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും 9 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലെ 2 പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ പോലും ഒരു പാസഞ്ചർ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ESC ഉണ്ട്, ഹിൽ ഡിസൻറ്റ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ഐസോഫിക് സ്റ്റൈൽ സീറ്റ് മൗണ്ടുകൾ, പിന്നെ ABS EBD അത്തരമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. അതായത് റിഫൈൻമെൻറ്റ്, അങ്ങനത്തെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും അതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിടത്ത് പവർ എന്ന് പറയുന്ന കാര്യം, പിന്നെ ഈ ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓടിക്കാനുള്ളൊരു ഹരം, പലതരത്തിലുള്ള ഡ്രൈവ് മോഡുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ പോകുന്നത്. കൂടാതെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, കൂടാതെ നല്ല ഭംഗിയുള്ള ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മനസ്സിൽ സന്തോഷം തരുന്നൊരു വാഹനമാണെന്നുള്ളൊരു സംശയമില്ല. പിന്നെ വിലയൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഡൈനാമിക് ഷാസി കൺട്രോൾ, DCC പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്നൊരു വാഹനം തന്നെയാണിത്. ADAS ഫീച്ചേഴ്സ് വേണ്ട എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വാഹനം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു യൂറോപ്യൻ വാഹനത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും കാഴ്ചയിലായാലും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ആയാലും നമ്മളിങ്ങനെ നല്ലൊരു കേജിനകത്ത്, നല്ലൊരു സേഫ് കേജിനകത്ത് ഇരിക്കുന്ന ഫീൽ തരുന്ന രീതിയിലുള്ള യൂറോപ്യൻ വാഹനങ്ങൾ ആ ഒരു രീതി ഉണ്ടല്ലോ, അതെല്ലാം ഈ വാഹനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കോഡയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കോഡിയാക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വില ഒരല്പം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. എങ്കിൽ പോലും കാലാനുസൃതമായ ഒരു വർധനമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അപ്പോൾ 2 തരം ട്രിമ്മുകളാണ് ഈ വാഹനത്തിനുള്ളത്. ഒന്ന് 46,70,000 രൂപ വില വരുന്ന സ്പോട്ട് ലൈൻ എന്ന ട്രിമ്മും 48,70,000 രൂപ വരുന്ന നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്ന L&K ട്രിമ്മും. ഇത് രണ്ടുമാണുള്ളത്. L&K ട്രിമ്മിൽ അധികമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് വെന്റിലേറ്റഡ് സീറ്റുകൾ, മസാജ് ഫംഗ്ഷൻ, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടുതലായിട്ടുള്ളത് L&K എന്ന ഈ ഒരു ട്രിമ്മിലായതുകൊണ്ട് തന്നെ വാങ്ങിക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. എങ്കിൽ പോലും അവിടം വരെ എത്തണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ലൈൻ വാങ്ങിക്കാവുന്നതുമാണ്. എന്തായാലും പെട്രോൾ എഞ്ചിനാണ് ഒരല്പം മൈലേജ് കുറവായിരിക്കും, തീർച്ചയായിട്ടും അത് രണ്ടും ഈ വാഹനത്തിലുണ്ട്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നത് നോക്കുന്നതിൻ്റെ സ്പോർട്ട്നെസ് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ തകർപ്പൻ എഞ്ചിനാണ്, ഗംഭീരമായ സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ തകർപ്പൻ സസ്പെൻഷനുമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓടിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയത്. കൂടാതെ ഇൻറ്റീരിയറിൻ്റെ കംഫർട്ടും ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രൗഢിയും അതും തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട കാര്യമാണ്. എങ്കിൽ പോലും ഇതിൻ്റെ കൂടിയവൻ വരികയാണ്. ഇത് 204 BSP ആണെങ്കിൽ 265 BSPയുടെ ഇതിനൊരു RS വേരിയൻറ്റ് വരുന്നുണ്ട്. അതൊരു ഗംഭീര സാധനം തന്നെയായിരിക്കും. പിന്നീട് ഡീസൽ വരികയാണെങ്കിൽ അതും മോശമാകാനിടയില്ല. കാരണം സ്കോഡയുടെ ഡീസൽ എഞ്ചിനുകൾ ഗംഭീര എഞ്ചിനുകളാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ സ്കോഡയുടെ ഡീലർഷിപ്പുകളിൽ ബുക്കിംഗ് ലഭ്യവുമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ സ്കോഡയ്ക്ക് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനങ്ങളുണ്ട്. കാരണം അത്രയും മനോഹരമായൊരു വാഹനമാണ്, അത്രയും ഗംഭീരമായ മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ സ്കോഡ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.